മിനിസ്റ്റർ, ഇനിയിപ്പോൾ നാം മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കേന്ദ്രത്തിന്റെ ഈ നിലപാട് തുടരുകയാണ്. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക? 2300 കോടിയോളം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്രയും പണം നിലവിൽ കേന്ദ്രം അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതി മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും സംസ്ഥാന സർക്കാരിന് അനുകൂലമാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. പക്ഷേ കേന്ദ്രം ഇത്തരമൊരു നിലപാട് തുടർന്നാൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സ്ഥലം ഏറ്റെടുക്കുന്നതുമായി, സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് SDR ഫണ്ടിൽ നിന്ന് വാങ്ങാൻ കഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കഴിഞ്ഞ ദിവസം വരെ 682 കോടി രൂപയാണ് ലഭിച്ചത്. ഇതൊന്നും മതിയാകില്ല എന്നിരിക്കെ പുനരധിവാസത്തെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇനി എന്താണ് ഇതിൽ കൂടുതൽ ചെയ്യാൻ കഴിയുക? അല്ല ജിൽസി, ഇതിന് കേരളത്തിലെ ഗവൺമെന്റ് കാണിക്കുന്ന ഒരു ഇച്ഛാശക്തിയുണ്ട്. ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിക്കുന്നു, ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനമായതുകൊണ്ടാണ് എല്ലാവരെയും മുഖവിലക്കെടുത്തുകൊണ്ട് കേരളം കാണിക്കുന്ന ഒരു ഇച്ഛാശക്തിയുണ്ട്. അതിവിടെയും പ്രകടമാക്കും. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താ? അതിനാണ് മുഖ്യ പരിഗണന കൊടുക്കുക. ഞങ്ങൾ കരുതുന്നു ഇപ്പോൾ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനാണ് മുഖ്യ പരിഗണന. അക്കാര്യത്തിൽ ഒരു മിനിറ്റ് പോലും വൈകാതെ കേരളം മുമ്പോട്ട് പോകുന്നുണ്ട്. 4 മാസമായല്ലോ, എവിടെ എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണോ, ഇവരെ ഒരുമിച്ച് താമസിപ്പിക്കണോ എന്ന ചോദ്യമാണ്. ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ വിധത്തിൽ പണം അനുവദിക്കാനും പ്രയാസമില്ല. പക്ഷേ നമ്മൾ കണ്ട സർവകക്ഷിയിൽ ആലോചിച്ച് നമ്മൾ കണ്ട ഒരു കാര്യം, ഈ ഒരു ഗ്രാമം പൂർണ്ണമായും ഒലിച്ചുപോയ സാഹചര്യം ഉണ്ടായ ഒരു ഘട്ടത്തിൽ ബാക്കി വരുന്നവരെ ഒറ്റയ്ക്ക് വിട്ടാൽ അവരുടെ മാനസികാവസ്ഥ, ഇപ്പോഴും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വ്യാപകമായി നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് അവിടെയുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് പോയത്. ഞങ്ങളിപ്പോഴും ആശയത്തിലാണ്, എല്ലാവരും ആശയത്തിലാണ്. ഈ ടൗൺഷിപ്പ് വരുമ്പോൾ വയനാട്ടിന്റെ ഒരു പ്രശ്നം, ഈ ടൗൺഷിപ്പിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോടെ ഒറ്റ ഭൂമി കണ്ടെത്തൽ എളുപ്പമല്ല. മാത്രമല്ല അവിടെ കണ്ടെത്താൻ കഴിയുന്ന ഭൂമിയൊന്നും ജന്മം കൊണ്ട സാധാരണ ഭൂമിയാകില്ല. വയനാടിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, മഹാഭൂരിപക്ഷവും പ്ലാന്റേഷൻ ആയിരിക്കും. അതിൽ 25 പ്ലാന്റേഷനെ കണ്ടു ഞങ്ങൾ. ആ 25 പ്ലാന്റേഷനിൽ ഭൗമ്യശാസ്ത്ര പഠന സംഘം പോയി നിരീക്ഷിച്ചതിൽ 9 പ്ലാന്റേഷൻ പ്രത്യേകമായി അടയാളപ്പെടുത്തി. ലോകത്ത് എവിടെയും ഇല്ലാത്തതുപോലെ ദുരന്തബാധിതരോട് നിങ്ങളുടെ പുനരധിവാസത്തെക്കുറിച്ച് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ബി വേണു IAS തന്നെ ആഗസ്റ്റ് 23 നേരിട്ട് സംവദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അകലങ്ങളിലേക്ക് പോകാനാകില്ല. ഞങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കുടിയിരുത്തപ്പെട്ട, അവരെ അടക്കം ചെയ്തിട്ടുള്ള ഈ മണ്ണിൽ എവിടെയെങ്കിലും. അങ്ങനെ വരുമ്പോഴാണ് 2 ഇടങ്ങൾ, ഈ കണ്ട 9 സ്ഥലങ്ങളിലെ 2 ഇടങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ പോയത്. ഒന്ന് മേപ്പാടിയിൽ തന്നെയുള്ള നെടുമ്പാല, മറ്റൊന്ന് കൽപ്പറ്റ തൊട്ടടുത്തുള്ള എൽസ്റ്റോൺ. 2 എസ്റ്റേറ്റുകളും തത്വത്തിൽ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഗവൺമെന്റ് ഏറ്റെടുത്തു. പക്ഷെ LARR 2013 നടപടിക്രമങ്ങൾ അനുസരിച്ച് പോകുമ്പോൾ കാലതാമസം ഉണ്ടാകും. LARR 2013 അനുസരിച്ചിട്ടുള്ള പണം കൊടുക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞു, പക്ഷെ കാലതാമസം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അഡ്വാൻസായി പൊസഷൻ ഞങ്ങൾക്ക് കിട്ടണം എന്ന ആവശ്യമാണ് ഡിസാസ്റ്റർ ആക്ടിലൂടെ പറഞ്ഞത്. അപ്പോൾ കോടതി ചോദിച്ചു, കോടതിയിൽ ഒരു വ്യവഹാരം ഉണ്ടായി, ബന്ധപ്പെട്ടവർ കോടതിയിൽ പോയി. കോടതി ചോദിച്ചത്, കോടതി പണം കൊടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു LARR 2013 അനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാര സംഖ്യ, സൊലേഷ്യൂ, മൾട്ടിപ്പിൾ ഫ്രാക്ചറും ഒക്കെ ഉൾപ്പെടെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ മനുഷ്യത്വപരമായി അതിലേതെങ്കിലും വിധത്തിലുള്ള കുറവ് ഞങ്ങൾക്ക് നൽകിയാൽ അത്രയും സന്തോഷമുണ്ട്. ആ പണം കേസുകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് കോടതിയിൽ കെട്ടിവെക്കാം. കോടതി എങ്ങനെയാണോ അത് വിനിമയം ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ വിനിമയം ചെയ്യാം. ആ കേസ് ക്ലോസ് ചെയ്ത് കോടതി ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിരിക്കുകയാണ്. ജഡ്ജ്മെന്റ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ബലം പ്രയോഗിച്ചൊരു ഏറ്റെടുക്കലല്ല, പരസ്പര ധാരണയോടുകൂടി ആ 2 ഭൂമികൾ ഏറ്റെടുത്താൽ അവിടെ പണിയേണ്ട സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടായിരിക്കണം. 2 നിലയല്ല, 1 നിലയാണ് ഇപ്പോൾ പണിയുന്നത്. പക്ഷെ 2 നിലയ്ക്കുള്ള തറ, വിസ്തീർണവും അതിന്റെ കരുത്തും ഉണ്ടാകണം. അങ്ങനെ വന്നാൽ അവിടെ നമുക്ക് പണിയേണ്ട വീടുകളുടെ സ്കെച്ച് പ്രാഥമികമായി തയ്യാറാക്കി പ്രിയപ്പെട്ട ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ നേതൃത്വത്തിൽ സ്പോൺസർഷിപ്പ് നമുക്ക് കമ്മിറ്റ് ചെയ്ത എല്ലാവരുമായിട്ടും ഫോണിലും ഇമെയിലിലും സംസാരം തുടരുന്നുണ്ട്. ഈ മാസം തന്നെ ഭൂമിയുടെ വിവരം അറിഞ്ഞാൽ ഉടനെ മുഖ്യമന്ത്രി 1133 വീടുകൾക്ക് ഓഫർ നൽകിയ, എല്ലാവരും ഈ പണത്തിലോ മറ്റു കാര്യത്തിലോ ഉണ്ടാകുമോ എന്നറിയില്ല, എല്ലാവരെയും നേരിട്ട് വിളിച്ചുകൂട്ടി അവരോടുകൂടി കൺസൾട്ട് ചെയ്ത് ഏറ്റവും അടുത്ത ദിവസത്തിൽ പുനരധിവാസം ആരംഭിക്കും. അതിനിപ്പോ പണം ഗവൺമെന്റിന്റെ CMDRFന്റെ കയ്യിലുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, അത് നമ്മുടെ ഒരു ഇച്ഛാശക്തിയാണ്. എനിക്ക് ഉറപ്പുണ്ട്, നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്, അങ്ങനെ ഒരു പ്രയത്നത്തിലേക്ക് കേരളം രംഗപ്രവേശം ചെയ്താൽ മലയാളി ഹൃദയം തുറന്ന് അവന് നൽകാവുന്ന എല്ലാ സഹായവും ചെയ്യും. വീട് ഓഫർ ചെയ്തതുപോലെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും. ഒരു പേടിയും ഗവൺമെന്റിനില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് തുടർച്ചയായി പറയുന്നത്? അത് കേരളത്തിന്റെ അവകാശമായതുകൊണ്ടാണ്, മലയാളിയുടെ അവകാശമായതുകൊണ്ടാണ്.
ഇന്ത്യ ഭരണഘടനയ്ക്ക് കീഴിൽ നിൽക്കുന്ന ഒരു ഫെഡറേഷനാണ്. അതിലെല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതെങ്കിലും വിധത്തിലുള്ള പക്ഷപാതമോ പ്രീണനമോ വിദ്വേഷമോ ഇല്ലാതെ പൊതുവായ ഗവൺമെന്റ് ലഭ്യമാകേണ്ട എല്ലാ അവകാശങ്ങൾക്കും വിധേയമാകേണ്ടതാണ്. അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. തീർച്ചയായും മിനിസ്റ്റർ പറഞ്ഞതുപോലെ സംശയമില്ല, കേരളം അതിജീവിച്ച് കാണിച്ചു കൊടുത്തതാണ് എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളെ സാഹചര്യങ്ങളെ മറികടക്കുക എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇത്തരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മുണ്ടക്കായ് ദുരന്തവും അതിജീവിക്കാൻ കേരള ജനത ഒന്നിച്ചു നിന്നാൽ കഴിയും. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. കേന്ദ്ര ധനസഹായം കേരളത്തോട് മാത്രം എന്തിന് ചിറ്റമ്മ നയം കാണിക്കുന്നു? കേരളത്തെ ഒരു പ്രത്യേക രാജ്യമായിട്ടാണോ കേന്ദ്രം കാണുന്നതെന്ന് പോലും പലപ്പോഴും കേന്ദ്രത്തിന്റെ സമീപനങ്ങളിൽ നിന്ന് തോന്നാറുമുണ്ട്. മിനിസ്റ്റർ, ഈ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ SDRF-ലുള്ള 50% തുക വിനിയോഗിച്ചു കഴിഞ്ഞാലാണ് NDRF-ലേക്ക് അധിക സഹായമായി 153 കോടി രൂപ നൽകൂ എന്നുള്ളൊരു കേന്ദ്രത്തിന്റെ നിലപാടുണ്ട്. ഇതിപ്പോൾ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രായോഗികമാണ്? അങ്ങനെയല്ല ജലസി. പിന്നെ കോടതി അല്ല, കേന്ദ്രം പറഞ്ഞ അങ്ങനെയല്ല. ഇവിടെ ചെലവഴിക്കാതിരിക്കുന്നുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 1/4/2024 തന്നെ കോടതി മുമ്പാകെ കേരളം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഓപ്പണിംഗ് ബാലൻസിൽ ഈ വർഷം കിട്ടിയതിന്റെ ആദ്യ ഗഡു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞ 544 സ്വാഭാവികമായിട്ടും ധനകാര്യ കമ്മീഷന്റെ നിശ്ചയപ്രകാരം കേരളത്തിന് കിട്ടേണ്ട 291 കോടിയിൽ ആദ്യ ഗഡുവായി കിട്ടിയ പണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പറയുന്നത് നേരത്തെ പണം ബാക്കിയുള്ളത് കൊണ്ട്, അത് ചെലവഴിക്കപ്പെടാത്തത് കൊണ്ട് ആ പണത്തിൽ നിന്നുള്ള 50%. അപ്പോഴാണ് ഞങ്ങൾ കോടതിയുടെ മുമ്പാകെ കൃത്യമായി രേഖപ്പെടുത്തിയത് എന്തെല്ലാം കാര്യത്തിനാണ് ഈ പണം എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഒരു പണം കൊടുത്താൽ ആകെ 60 രൂപയാണ് 1 കിലോമീറ്ററിൽ കൊടുക്കാൻ STRF-ൽ അന്ന് പറ്റുക. അതിന് പറ്റിയ കോൺട്രാക്ടർ കിട്ടണം, അത് ടെൻഡറായി പോകണം, പിന്നെ അത് പണിയണം, മഴ സാഹചര്യം മാറ്റി നിർത്തി അത് പണിയണം. ഇത് പണിത് കഴിഞ്ഞ് ബില്ല് വരുമ്പോഴേക്കും ഏതാണ്ട് 1-2 കൊല്ലത്തിലധികമാകും എന്നുള്ളതാണ് അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ നമ്മൾ ഓഫർ ചെയ്തതാണ്, ആ റോഡ് പണിയാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു, 10 ലക്ഷം രൂപ ഈ റോഡ് പണിയാൻ അനുവദിച്ചിരിക്കുന്നു. 2 കൊല്ലം കഴിഞ്ഞ് അവർ ബില്ലുമായിട്ട് വരുമ്പോൾ അത് കേന്ദ്രം എടുത്തു കൊണ്ടുപോയി വേറൊരു കാര്യത്തിൽ മാറ്റി ചെലവഴിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊരു കോൺട്രാക്ട് അല്ലേ. അതുകൊണ്ടാണല്ലോ നമുക്ക് STRF-ൽ ഈ പണം തരണം എന്ന് പറഞ്ഞുകൊണ്ട് എയർഫോഴ്സ് കത്ത് തരുന്നത്. അതൊരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്ട് വിടാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കണക്കിലെ കളിവിട്ട് യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യാം, പരസ്പര ശത്രുത ഒരു വിധത്തിലും ഉണ്ടാകേണ്ടതല്ല. എല്ലാവരും ഒരുമിച്ച് നിന്നതാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ചൂരൽമലയിലെ മനുഷ്യന്റെ കണ്ണീനീര് കണ്ട മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ആശയവിനിമയം നടത്താമെന്ന കാര്യമാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. കേരളത്തിന്റെ അവകാശങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല. പക്ഷേ മലയാളിയെക്കുറിച്ചും മലയാളിയെ സ്നേഹിക്കുന്ന ലോകത്തെ മനുഷ്യരെക്കുറിച്ചും കേരളത്തിന് നല്ല ധാരണയുണ്ട്. അതിന് ഏതറ്റം വരെയും പോകാനുള്ള ഇച്ഛാശക്തിയുണ്ട്. 2018 പ്രളയത്തെ, 2019 പ്രളയത്തെ, ലോകം കണ്ട ഞെട്ടിക്കുന്ന കോവിഡിനെ അഭിസംബോധന ചെയ്യുകയും അതിനെ മറികടക്കുകയും ചെയ്ത കേരളം ഒരു പ്രയാസവും ഈ കാര്യത്തിൽ കാണുന്നില്ല. കേരളത്തെ സഹായിക്കാനുള്ള മനുഷ്യരുണ്ട്. അവരുടെ കരുത്തോടെ, ഇച്ഛാശക്തിയോടെ അവസാനത്തെ ദുരന്തബാധിതനെ പുനരധിവസിപ്പിക്കും വരെ അവരുടെ വാടക കൊടുത്ത്, അവർക്ക് കൊടുക്കേണ്ട മറ്റു സഹായങ്ങൾ കൊടുത്ത്, അവരോടൊപ്പം മലയാളക്കര 3.5 കോടി മലയാളിയുടെ വികാരം അവരോടൊപ്പം ഉണ്ടാകും. തീർച്ചയായിട്ടും മിനിസ്റ്ററുടെ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഇക്കാര്യത്തിൽ കേരള ജനതയ്ക്കാകെ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു.